നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. നമ്മൾ ഇന്നിവിടെ കുറച്ച് ബാലൻസിങ് പ്രാക്ടീസസാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ സൗണ്ടും അല്ലെങ്കിൽ ലിപ്പുമായിട്ട് ചിലപ്പോൾ ഒരു സിങ്ക് ഫീൽ ചെയ്യില്ല. അത് പിന്നീട് സൗണ്ട് കൊടുക്കുന്നതാണ്. നേരത്തെ വീഡിയോ എടുത്ത സമയത്ത് സൗണ്ട് ക്യാച്ച് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ബാലൻസിങ് പ്രാക്ടീസസാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസിങ് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് പ്രാക്ടീസസാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ യോഗ പ്രാക്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് കൈകൾ രണ്ടരക്കെട്ടിന് വശത്തായിട്ട് വെക്കുക. എവിടെയെങ്കിലും പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം. വീണ് പോവാതെ തന്നെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. വലത് കാല് ഉയർത്തി ടോസ് പോയിൻ്റ് ചെയ്ത് വെക്കുക. വിരലുകൾ പോയിൻ്റ് ചെയ്ത് വെച്ചു. മെയിൻറ്റെയിൻ ആണ് ചെയ്യേണ്ടത്. 2, 3, 4, 5, 6, 7, 8, 9 and 10. അതേപോലെ വലത് കാല് പുറകിലോട്ട് അവിടെയും മെയിൻറ്റെയിൻ ചെയ്യണം. കാല് മതിലിലോ അല്ലെങ്കിൽ താഴെ ആയിട്ടോ മുട്ടുന്നില്ല. നേരെ ശരീരം നേരെ വെച്ചിട്ട് അവിടെയും 10 ബ്രത്ത്. ശേഷം വലതുവശത്തോട്ട്, വലത് കാല് വലതുവശത്തോട്ട്. കാലിൻ്റെ വിരൽ മുന്നോട്ട് പോയിൻ്റ് ചെയ്തിരിക്കണം. അത് ശ്രദ്ധിക്കുക. കാലിൻ്റെ വിരൽ മുൻപോട്ട് തന്നെ പോയിൻ്റ് ചെയ്ത് വെച്ചുകൊണ്ട് കാല് വലതുവശത്തോട്ട് പോയിൻ്റ് ചെയ്ത് ബാലൻസ് ചെയ്യുക. 10 ബ്രത്ത്. ശേഷം കാല് ഇടതുവശത്തോട്ട്. ഇത് കുറച്ചൊരു ചാലഞ്ചിങ് ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യുക കേട്ടോ. കാല് ഇടതുവശത്തോട്ട് ശരീരം നേരെ വെക്കാനായിട്ട് ട്രൈ ചെയ്യുക. അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു 10 വരെ കൗണ്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു. വലത് കാല് നേരെ വെച്ചു. ഓക്കെ, അടുത്തതായിട്ട് ഇടതുവശം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാല് ഉയർത്തി വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലത് കാല് നേരെ കൊണ്ടുപോയതിന് ശേഷം പിന്നെ താഴെ വെക്കുക, പിന്നെ പുറകിലോട്ട് കൊണ്ടുപോകുക. ആ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഓരോരുത്തർക്കും സാധിക്കുന്ന പോലെ ചെയ്യുക. ഇനി ഇടതുവശം ചെയ്യാം. ഇടത് കാല് മുന്നോട്ട്, കാലിൻ്റെ വിരൽ മുന്നോട്ട് പോയിൻ്റ് ചെയ്തിരിക്കട്ടെ. നോർമൽ ബ്രീത്തിങ്ങിൽ ഒരു 10 കൗണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 7, 8, 9, 10. ശേഷം പുറകിലോട്ട് ശരീരം നേരെ വെക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യണം. പതിയെ കുറച്ചൊന്ന് മുന്നോട്ടായി വരും ശരീരം, എന്നാലും മാക്സിമം ശരീരം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് തന്നെ നിങ്ങളൊരു 10 കൗണ്ട് പുറകിലോട്ട്. ശേഷം ഇടത് കാല് ഇടതുവശത്തോട്ട്. അപ്പോൾ ഇടത് ടോസ് മുന്നോട്ട് തന്നെ പോയിൻ്റ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ വെക്കണം. ഇടത് കാലിൻ്റെ വിരലുകൾ മുന്നോട്ട് തന്നെ വെക്കണം. ശേഷം ഇടത് കാല് വലതുവശത്തോട്ട്. അവിടെയും കുറച്ച് നേരം ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, 10 കൗണ്ട് വെച്ചിട്ടാണ് ബാലൻസ് ചെയ്യേണ്ടത്. ശേഷം കാല് താഴെ വെച്ചു. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും സാധിക്കുന്ന രീതിയിൽ ചെയ്യുക. നിങ്ങളുടെ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായകരമായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വലത് കാല് ഉയർത്തി മുട്ടുമടക്കി കാൽമുട്ടിന് മുകളിലൂടെ ഈ കാണുന്ന രീതിയിൽ കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കുക. മാക്സിമം കാൽമുട്ട് നമ്മുടെ നെഞ്ചിനടുത്തോട്ട് ചേർന്ന് വരുന്ന രീതിയിലാണ് കാലിൻ്റെ വിരലുകൾ താഴോട്ട് പോയിൻ്റ് ചെയ്തിട്ടാണ് ബാലൻസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 10 കൗണ്ട് അവിടെ നിൽക്കുക. ശേഷം ശ്രദ്ധിക്കുക, വലത് കാലിൻ്റെ കണങ്കാലിൽ പിടിച്ച് കാല് പുറകിലോട്ട്, മനസ്സിലാവുണ്ടോ? കാലിൻ്റെ ഉപ്പൂറ്റി ബട്ടക്സിനോട് ചേർന്ന് വരുന്ന രീതിയിൽ കാല് പുറകിലോട്ട്. അവിടെയും ഒരു 10 കൗണ്ടാണ് നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടത്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് നേരെ നിൽക്കാൻ ശ്രമിക്കണം. കാൽമുട്ട് താഴോട്ട് പോയിൻ്റ് ചെയ്തിരിക്കണം. സെയിം തന്നെ ഇടതുവശം. ഇടത് കാല് മുട്ടുമടക്കി കൈകൾ കൊണ്ട് കാൽമുട്ടിന് മുകളിലൂടെ ചേർത്ത് പിടിക്കുക. മാക്സിമം എന്തോരം ഉയർത്തി പിടിക്കാൻ സാധിക്കുമോ പിടിക്കണം. ശരീരം മുന്നോട്ട് ആഞ്ഞു പോവരുത്, നേരെ നിൽക്കണം. അതേപോലെ കാലിൻ്റെ കണങ്കാലിൽ പിടിച്ചു, ഇടത് കൈ കൊണ്ട് ഇടത് കാലിൽ പിടിച്ചു. പുറകിലേക്ക് ഹീല് നമ്മളുടെ ബട്ടക്സിലോട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ കൈ വേണേലും മുന്നോട്ട് നീട്ടി പിടിക്കാൻ നിങ്ങൾക്ക്. അങ്ങനെ 10 കൗണ്ട് എണ്ണിയതിന് ശേഷം കാലുകൾ അകത്തി ഒന്ന് റിലാക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡെയിലി യോഗ പ്രാക്ടീസിൽ ഈ ഒരു ബാലൻസിങ് പ്രാക്ടീസസ് കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് യൂസ് ചെയ്ത് ആദ്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. നമസ്തേ.